നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കർക്കിടക വാവ് ദിനത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM നേതൃത്വത്തിൽ മണ്ണപ്പുറത്ത് സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ റോഡിൽ KSCBയുടെ ഗുരുതര അനാസ്ഥ. കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ പല്ലാരിമംഗലം സ്വദേശിനിയായ നഴ്സ് അമീനയുടെ ദുരൂഹ മരണത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചു. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് വാഴത്തോപ്പ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് CP സലീം അധ്യക്ഷനായി. DCC പ്രസിഡന്റ് CP മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു. 52 പഞ്ചായത്തുള്ള ഈ ജില്ലയിൽ 17 പഞ്ചായത്തുകളാണ് കോൺഗ്രസ് സംബന്ധിച്ചുള്ളത്. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മൾ ഭരിച്ചിരുന്ന കാലഘട്ടമുണ്ട്. ഇപ്പോൾ ആൻസി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നതിന് ശേഷം നമുക്കിപ്പോൾ 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ നമ്മുടെ കൈവശമുള്ളൂ. ജില്ലാ പഞ്ചായത്തുകൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനിവർദ്ധൻ കോഴ്സ് തോറ്റത് ഏതായാലും 100 വോട്ടുകൾക്ക് 400-500 വോട്ടുകൾക്ക് അല്ലേ, ആ വോട്ടുകൾക്ക് പരാജയപ്പെടും. നമുക്ക് സിംഗിൾ മജോറിറ്റി 16-ൽ നമുക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ കേന്ദ്രത്തിലും കരുണാകരനെ പോലെ ആന്റണിയെ പോലെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ജനകീയ മുഖ്യമന്ത്രിമാർ കേരളവും ഭരിച്ച സന്ദർഭത്തിൽ എല്ലാം നമുക്ക് അനുകൂലമായി. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ID കാർഡ് വിതരണവും DCC പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ആഗസ്തി അഴുകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് ജോർജ്, DKTF ജില്ലാ പ്രസിഡന്റ് അനിൽ ആനിക്കനാട്ട്, DCC സെക്രട്ടറി MD അർജുനൻ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ജോസ് അഗസ്റ്റിൻ, M പുരുഷോത്തമൻ, മുജീബ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം ചെയ്ത് പൂർവികർക്കും മാതാപിതാക്കൾക്കും ആത്മസമർപ്പണത്തിനായി ചരിത്ര പ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിയത് ആയിരങ്ങൾ. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഫയർഫോഴ്സ്, പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കിയാണ് പിതൃബലിതർപ്പണം നടന്നത്. കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണം ചെയ്ത് പൂർവികർക്കും മാതാപിതാക്കൾക്കും ആത്മസമർപ്പണത്തിനായി ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ എത്തിയത് ആയിരങ്ങൾ. കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടവാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിച്ചു വരുന്നത്. ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ്. അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നതാണ് വിശ്വാസം. ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നതാണ് വിശ്വാസം. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയിലാണ് കർക്കിടകത്തിലേത്. അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതപ്പെടുന്നതും. പ്രധാനമായും മഹാവിഷ്ണു, മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങുകൾ കാണപ്പെടുന്നത്. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈർണണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസ്കരം ബലിയിടും. എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാതി ദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നു. പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്താറുമുണ്ട്. ഈ രീതിയിൽ കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലൊപ്പമാണ് കർക്കിടക വാവ് ദിനത്തിൽ പിതൃബലി തർപ്പണം നടന്നത്. പെരിയാർ
നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പിതൃബലിതർപ്പണത്തിന് പ്രശസ്തമായ ജില്ലയിലെ ക്ഷേത്രങ്ങളിലൊന്നായ ചരിത്രപ്രസിദ്ധമായ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും പിതൃതർപ്പണം നടന്നു. പുലർച്ചെയുള്ള കർക്കിടക വാവുദിന ക്ഷേത്രം വിശേഷാൽ പൂജകൾക്കും വഴിപാടുകൾക്കും ഒപ്പം പുലർച്ചെ 4 മണിയോടുകൂടി ബലിതർപ്പണം ആരംഭിച്ചു. ബലിതർപ്പണ മുഖ്യകർമ്മി പായിപ്പാട് പുത്തൻകാവ് ശശികുമാർ വെട്ടിത്തുരുത്തിൽ മന്ത്രങ്ങൾ ഉരുവിട്ട് പിതൃബലിതർപ്പണ കർമ്മങ്ങൾ ഭക്തർക്ക് വിശദീകരിച്ചു. वैवंदव मन्वंतरे कलियुगे कलिप्रथमे पादे जम्बुद्वीपे भारतवर्षे भारतखंडे मेयो दक्षिण पार्श्व सहस्रता चंद्रमानस दक्षिणायने वर्षऋतौ कर्कटकमासे कृष्णपक्षे अमावास्ये पुण्ये तिथौ पुनर्वं नक्षत्रयुक्तानां सोमशेखरयुक्तानां शुभ नक्षत्रयुक्तानां पुण्ये कृतो कृष्णा कावेरी दक्षिण प्रदेशे परशुराम निर्मिता केरल भूगो वंडिपेरियार देशे अय्यप्प स्वामिയുടെ തിരുസന്നിധിയിൽ എല്ലാവരും അവരവരുടെ പേര് നാമമാരാകെ. തുടർന്ന് പിതൃബലിതർപ്പണ വസ്തുക്കൾ ശിരസിലേറ്റിയ ഭക്തർ കർമ്മവസ്തുക്കൾ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്തു. കർക്കിടക വാവുദിന ക്ഷേത്രം പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ക്ഷേത്രം മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതികൂല കാലാവസ്ഥയും പെരിയാർ നദിയിലെ ഉയർന്ന ജലനിരപ്പ് മൂലവും വണ്ടിപ്പെരിയാർ പോലീസ്, പീരുമേട് അഗ്നിരക്ഷാസേന, ആരോഗ്യ വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷയാണ് ഭക്തർക്കായി ഒരുക്കിയിരുന്നത്. പുലർച്ചെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടന്ന പിതൃതർപ്പണത്തിൽ പീരുമേട് താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമായി ആയിരങ്ങൾ ബലിതർപ്പണം ചെയ്ത് ആത്മസംതൃപ്തരായി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് KK രാജു, മാനേജർ പ്രതീഷ് കാർത്തികേയൻ, സെക്രട്ടറി അനുമോൻ, ട്രഷറർ ഗോപി, D മാരിയപ്പൻ, അയ്യപ്പൻ, മാതൃസമിതി പ്രസിഡന്റ് ജയാജിജി, സെക്രട്ടറി ധന്യ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭാരവാഹികളായ ചെല്ലാകുമാരി, പാർവതി തങ്കവേലു എന്നിവരുടെ നേതൃത്വത്തിലാണ് കർക്കിടക വാവുബലി ദിന പിതൃതർപ്പണ കർമ്മങ്ങൾ നടന്നത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സംഘടനകൾ തുടങ്ങിയവർ ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാകുന്നു VS. തലകുലിക്കാത്ത വിപ്ലവ യൗവനം മരണമില്ലാത്ത സമരങ്ങളുടെ നിറവസന്തമായി സ്മരണകളിൽ പൂത്തുനിൽക്കും. എണ്ണമറ്റ സമരമുഖങ്ങൾ മാടി വിളിക്കുമ്പോൾ ജനഹൃദയങ്ങളിലെ നിത്യസ്മാരകത്തിൽ മരണമില്ലാത്ത വാക്കായി VS തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് പടരും. വിട പറയുന്ന ചരിത്രം പുതിയ കാലത്തെ രചിക്കും. അതെ, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPIM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ VS. KM സോമൻ, TU ഷാഹുൽ ഹമീദ്, രജനി ഷിബു, PM ഇല്യാസ്, സണ്ണി കളപ്പുര, അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, അനിൽ പയ്യാനിക്കൽ, MA ജോസഫ്, ശിവദാസ് TK, സജി കണ്ണമ്പുഴ, സജി പോൾ, ഷിജോ സെബാസ്റ്റ്യൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാര സംഘടനകൾ ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി. VS എന്ന രണ്ടക്ഷരം അതാളുകൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നതാണ്. VS അച്യുതാനന്ദൻ ആ സഖാവ് നമുക്കൊരു തീരാ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. VS എന്ന രണ്ടക്ഷരം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു മഹാനായ വിപ്ലവകാരിയായിരുന്നു VS അച്യുതാനന്ദൻ. പ്രിയപ്പെട്ട സഖാവ്, ഈ കേരള സമൂഹത്തിലെ ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ നല്ലൊരു പ്രതിപക്ഷ നേതാവുമായിരുന്നുവെന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ
ഉച്ചനായ നേതാവിൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കാൻ വേണ്ടി ഒത്തുചേർന്നിട്ടുള്ളത്. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ്റെ മാതാവും പിതാവും മരണപ്പെടുകയും അതിനുശേഷം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം തൻ്റെ ചുമതലയിൽ വരികയും ആ കുടുംബത്തിന് വേണ്ടിയുള്ള കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ശ്രമത്തിൽ അദ്ദേഹം തൊഴിൽ തേടി പോവുകയും ചെയ്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ വി.എസ്. അച്യുതാനന്ദൻ അദ്ദേഹം എല്ലാ ജനങ്ങളോടും നല്ല രീതിയിൽ പെരുമാറിയിരുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു. അധികായകനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. കേരള ജനതയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ്റെ വേർപാടും അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. നമ്മുടെ കേരള സമൂഹത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല തൊഴിലാളി വർഗത്തിനും അതുപോലെ തന്നെ സാധാരണക്കാരനായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഒരു തീരാ നഷ്ടമാണ് നമ്മുടെ കേരളത്തിലെ ഈ സഖാവ് വി.എസിൻ്റെ നിര്യാണം. 17 വയസ്സായിരുന്നപ്പോൾ പാർട്ടിയിൽ അംഗമായി തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായും സംസ്ഥാന സെക്രട്ടറിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയുമായി ഈ സമൂഹത്തിന് മുമ്പിൽ തിളങ്ങി എന്നും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയായി അവസാന നാളിൽ മരിക്കുമ്പോഴും ആ ആദർശം കൈവിടാതെ ജീവിച്ച സഖാവ് വി.എസിന് വള്ളപ്പുറം മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ അനുശോചനവും രേഖപ്പെടുത്തുന്നു. താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തൻ്റെ സഹജീവികളെ കുറിച്ച് തിരിഞ്ഞു നോക്കുവാനും അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്താണെന്ന് മനസ്സിലാക്കുവാനും അധസ്ഥിതരായ പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന CS നാരായണൻ നായരുടെ കുത്തുകുഴിയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ യാത്ര സംസ്ഥാന കൗൺസിൽ അംഗം ടി. രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി 3 നാൾ നീളുന്ന CPI എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കോതമംഗലത്ത് പി. രാജു നഗറിൽ തുടക്കമായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന CS നാരായണൻ നായരുടെ കുത്തുകുഴിയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ യാത്ര സംസ്ഥാന കൗൺസിൽ അംഗം ടി. രഘുവരൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷ് ക്യാപ്റ്റനും AISF ജില്ലാ സെക്രട്ടറി ഗോവിന്ദ് എസ് കുന്നുംപുറം വൈസ് ക്യാപ്റ്റനും AIYF ജില്ലാ സെക്രട്ടറി KR റനീഷ് ഡയറക്ടറുമായി AIYFന്റെയും AISFന്റെയും വോളണ്ടിയർമാർ ദീപശിഖ ജില്ലാ സമ്മേളന നഗറിലെത്തിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ് ദീപശിഖ ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു. തുടർന്ന് സമ്മേളന നഗരിയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ പതാക ഉയർത്തി. തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഹാളിൽ പ്രവേശിച്ചു. തുടർന്ന് പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പൈസ് രക്തസാക്ഷി പ്രമേയവും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KN സുഗതൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം N. അരുൺ രാഷ്ട്രീയ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി KM ദിനകരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, മന്ത്രിമാരായ K. രാജൻ, J. ചിഞ്ചുറാണി, അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ എന്നിവർ പ്രസംഗിച്ചു. ആദ്യകാല നേതാക്കളിൽ മൺമറഞ്ഞുപോയ നേതാക്കളെ സ്മരിക്കുന്നതിന്റെ ഭാഗമായി സമ്മേളനത്തിൽ ആദരിച്ചു. സഖാക്കളുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആദരവ് ഏറ്റുവാങ്ങി. പ്രതിനിധി സമ്മേളനം ഇന്നും തുടരും. നാളെ വൈകിട്ട് 4-ന് ചുവപ്പ് സേനാ പരേഡും വനിതാ റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൊന്നത്തടി ADSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബാങ്ക് പരിധിക്കുള്ളിലുള്ള കുടുംബശ്രീകൾ വഴി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന തൈ വിതരണം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെയാണ് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെയും കൊന്നത്തടി ADSന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബശ്രീകൾ വഴി പച്ചക്കറി തൈ വിതരണം നടത്തിയത്. തക്കാളി, വഴുതന, കൊമ്പൻമുളക്, ചീര, പയർ എന്നീ 5 ഇനം തൈകളാണ് വിതരണം നടത്തിയത്. പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന തൈ വിതരണ ഉദ്ഘാടനം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് നിർവഹിച്ചു. നമ്മുടെ 3.5 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ യൂണിറ്റുകളെ
ഒരു സംശയമുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും ഏകദേശം പച്ചക്കറിയുടെ ക്ഷാമം പരിഹരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗവൺമെൻറ് വിലയിരുത്തുന്നത്. ഒരു വീട്ടിൽ ഒരു മുറ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥിതി ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ മനസ്സിലാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കുടുംബശ്രീ അംഗങ്ങളുടെ ഒരു സേവനം. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉള്ള സേവനങ്ങൾ നാടിന് വേണ്ടി മാത്രമല്ല, അവരവരുടെ കുടുംബത്തിന് വേണ്ടി അതിന് സഹായകരമാകുന്ന തരത്തിൽ പൊതു സ്ഥാപനങ്ങൾ, നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ അതിന് മുന്നിട്ടിറങ്ങുകയും ഒരു കൈത്താങ് എന്നുള്ള രീതിയിൽ പച്ചക്കറിയുടെ തൈ ഇതെല്ലാം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് വഴിയും പഞ്ചായത്ത് വഴിയും നൽകുന്ന പച്ചക്കറി തൈകൾക്ക് കൊടുക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ കൂടി അതിനകത്ത് പങ്കാളികളാവും. അത് ഏറ്റവും നന്നായി പരിഹരിക്കാൻ കഴിയുന്നത്, ആ വിഷയം പരിഹരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നൽകുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നൽകുന്ന വിത്തുകളും തൈകളും അത് മേന്മയാവുന്ന തരത്തിൽ അത് കൃഷി ചെയ്ത് കാർഷിക ഉൽപ്പന്നമായി എത്തിക്കാൻ കഴിയുന്ന കുടുംബശ്രീ അംഗങ്ങൾ വഴിയാണ്. കുടുംബശ്രീ അംഗങ്ങളുണ്ട്, എല്ലാ സംഘടനകളുമുണ്ട്, യുവജനങ്ങളുടെ സംഘടനകളുണ്ട്, മഹിളകളുടെ സംഘടനകളുണ്ട്. ജൈവ പച്ചക്കറി കൃഷി ഫലപ്രദമായി നടത്തുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് ഇരട്ടയാർ CR ഹൈടെക് നഴ്സറി ഉടമ ബിജു ചുക്കരമ്പേൽ ക്ലാസ് നയിച്ചു. അന്യ സംസ്ഥാനങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് കർഷകർ കൃഷി ചെയ്യുന്നതും ഉൽപ്പന്നം ഉണ്ടാവുകയും അത് നമ്മളെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ മാരകമായ വിഷങ്ങൾ ഉപയോഗിച്ച് നമ്മളെ തീറ്റിക്കുകയും നമ്മൾ അസുഖക്കാരാവുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലിൽ അഭയം തേടുന്നു. ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള നാട് നമ്മുടെ നാടാവുന്നു. രോഗികൾ പോലെയാവും. അപ്പോൾ ക്യാൻസർ രോഗം ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത്, നല്ല വിത്ത് ഉപയോഗിച്ച് നമ്മുടെ സ്വന്തം ഭവനത്തിൽ നമുക്കുള്ള പച്ചക്കറി ഇത് ഉണ്ടാക്കാൻ സിമ്പിളായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് MN വിജയൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി TC രാജശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗം TK കൃഷ്ണൻകുട്ടി, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ MR രഞ്ജിത്ത്, PN ശശി, ADS CDS ഭാരവാഹികൾ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് ചടങ്ങിൽ എത്തിച്ചേർന്നത്. രാവിലെ 5:30 മുതൽ 10 വരെ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുബിത്ത് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ നിത്യവും രാമായണ പാരായണവും നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുള്ളതായി ഭാരവാഹികൾ പറഞ്ഞു. അതിലൊരു ഉരുളയെടുത്ത് ആധാരം കൈ പിടിച്ച് ദർപ്പണം മുകളിലേക്ക് പിടിക്കുക. പറയുന്ന മന്ത്രമായിട്ട് പറയാം. ഓം ബാന്ധവ അന്യജന്മാനി ബാന്ധവ തേഷാം. എല്ലാവരും അകന്നു നിൽക്കുക. അവിടുന്ന് തന്നെ ഇടത്തോട്ട് 3 പ്രദക്ഷിണം ചെയ്യുക. യാനി ഗാനേജ പാപാനി ജന്മാന്തൃതാനിത താനിതാനി വിനാസന്തോ പ്രദക്ഷിണം പദേ പദേ. യാനി ഗാനേജ പാപാനി ജന്മാന്തൃതാനിത താനിതാനി വിനാസന്തോ പ്രദക്ഷിണം പദേ പദേ. യാനി ഗാനേജ പാപാനി ജന്മാന്തൃതാനിത താനിതാനി വിനാസന്തോ പ്രദക്ഷിണം പദേ പദേ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് പിതൃവിനെ സങ്കല്പിച്ചാണോ ഈ അമാവാസി ശ്രാദ്ധക്രിയ നടത്തിയത്, ആ പിതൃക്കളെല്ലാം വന്ന് കൈയേൽക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ പവിത്രം മോതിരം പോലെ കെട്ടിയ ദർഭം പവിത്രം എടുത്ത് തൊഴുത് പിടിക്കുക. പവിത്രം എടുത്ത് തൊഴുത് പിടിക്കുക. പവിത്രം പാപനാശനം ആയുസ് തേജോ ബലം സൗഖ്യം അമാവാസി ശ്രാദ്ധ ക്രിയാർഹകം പവിത്രധാരണം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് മൗനജാഥയും അനുസ്മരണ യോഗവും നടത്തി. കഞ്ഞിക്കുഴി ടൗണിൽ നടന്ന പരിപാടികൾക്ക് സർവകക്ഷി നേതാക്കളും മതസംഘടനാ ഭാരവാഹികളും നേതൃത്വം നൽകി. DCC ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് മൗനജാഥയും അനുസ്മരണ യോഗവും നടത്തിയത്. കഞ്ഞിക്കുഴി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച മൗനജാഥ ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ VS വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. CPM കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറി എബിൻ ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി ആഗസ്തി അഴകത്ത് മുഖ്യപ്രഭാഷണം നടത്തി.
നിര്യാതനായ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശക്തരായ രാഷ്ട്രീയ നേതാക്കൾ ഒരുവനായിരുന്നു ശ്രീ അച്യുതാനന്ദൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്ത് ഒത്തിരിയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഇടവരുത്തിയിരുന്നു. സർവകക്ഷി നേതാക്കളായ ബേബി, വർഗീസ് സക്രിയ, വിൽസൺ കല്ലടിക്കൽ, ശശി, ശിവദാസ്, ജി നാരായണൻ നായർ, സിജു ജോസഫ്, ഗിരീഷ് ആറുകണ്ടത്തിൽ, സജീവ് ഈട്ടിക്കൽ എന്നിവർ അനുശോചനം അറിയിച്ച് സംസാരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ റോഡിൽ KSEBയുടെ ഗുരുതര അനാസ്ഥ. ഇവിടെ ലൈൻ കമ്പികൾ താഴ്ന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളായി. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ലോഡുമായി എത്തിയ വലിയ വാഹനത്തിൽ തട്ടി ലൈൻ കമ്പികൾ പൊട്ടി വീഴുന്ന സ്ഥിതിയുണ്ടായി. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. രാവിലെ മെമ്മോറിയൽ ആശുപത്രിയുടെ മുമ്പിൽ ഒരു വലിയ വാഹനം വന്ന് ഇവിടുത്തെ ലൈനെല്ലാം പൊട്ടി താഴെ എടുക്കുകയാണ്. ഇത് പല പ്രാവശ്യവും ഡിപ്പാർട്ട്മെൻറ്റിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ലൈൻ താഴെ എടുക്കുന്നത് മാറ്റി സ്ഥാപിക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സംവിധാനവും ഉണ്ടാക്കിയിട്ടില്ല. വളരെ ബുദ്ധിമുട്ടുള്ള ഈ സ്ഥലത്ത് ധാരാളം പേര് ആശുപത്രിയിൽ വരുന്നു. ഈ സ്ഥലത്ത് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അനാസ്ഥയാണ്. ശക്തമായ പ്രതിഷേധം ഞങ്ങൾ മക്കളുടെ കൂട്ടുകാരും സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞാണ് ഇത് വലിച്ചു കെട്ടണം, ലൈൻ വലിച്ചു കെട്ടണം എന്ന് പറഞ്ഞത്. എപ്പോഴും വണ്ടി ഇങ്ങനെ വന്ന് പൊട്ടി നേരത്തേക്ക് വരുന്നു, തീ കത്തുന്നു. ഇത് സ്ഥിരമുള്ള ഏർപ്പാടാണ്. അവരോട് പറഞ്ഞിട്ട് അവരുടെ അനാസ്ഥകേടാണ് ഈ സംഭവത്തിൻ്റെ കാരണം. ഈ ലൈനൊക്കെ താണു കിടക്കാനായിട്ട് നാളുകളായത് അതുകൊണ്ട് ആ ലൈൻ താണു കിടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് താണു കിടക്കുന്നത് KSEBക്കാരുടെ അനാസ്ഥയാണ് ഈ കുഴപ്പമുണ്ടാകുന്നത്. ഇതിലെ ലോഡും വെച്ച് വണ്ടി വന്നത് വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ തട്ടും ഇതുപോലെ തന്നെ എന്നാളൊരിക്കൽ തട്ടി ഇവിടെ ലൈൻ പൊട്ടിയതാണ്. സ്ഥിരം പതിവാണ്. ലൈൻ പൊട്ടി കെട്ടാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങളുണ്ടാവും. ഇതിപ്പോൾ ഒന്നും പറ്റാത്തത് ഭാഗ്യം. ആളപായം വരെ ഉണ്ടാവും. കറണ്ട് ലൈൻ കമ്പിൻ്റെ പൊട്ടിച്ചടിക്കുന്നത്. നേര്യമംഗലം ഇടുക്കി റോഡിൽ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ റോഡ് 2 മാസത്തോളം വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് പണി മുന്നോട്ട് നീങ്ങിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണ്. നേര്യമംഗലം ഇടുക്കി റോഡിൽ അശാസ്ത്രീയമായ കലുങ്ക് നിർമ്മാണം മൂലം യാത്രക്കാർ ദുരിതത്തിൽ. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡ് 2 മാസത്തോളം വാഹന ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടാണ് പണികൾ മുന്നോട്ട് നീങ്ങിയത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യസംഭവമാണ്. മാസങ്ങൾക്ക് മുൻപ് കനത്ത മഴയിൽ ഇവിടെയുണ്ടായിരുന്ന കലുങ്ക് ഇടിഞ്ഞു പോയിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി തീർക്കുവാനായി വ്യക്തമായ കരാറില്ലാതെയാണ് ഈ വർക്ക് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റോഡിന് നടുവിലൂടെയുള്ള ഈ ചതിക്കുഴി മനസ്സിലാക്കാതെ വരുന്ന വാഹനങ്ങൾ തകരാറിലാകുന്നത് ഇവിടെ നിത്യസംഭവമാണ്. കലുങ്ക് നിർമ്മാണത്തിനെന്ന പേരിൽ ഇവിടെ പണിതിരിക്കുന്ന കരിങ്കൽ ഭിത്തികൾ വരെ തീരെ നിലവാരമില്ലാത്തതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതാണെന്നാണ് സമീപവാസികൾ ആരോപിക്കുന്നത്. ഈ വിഷയത്തിലെ വിരോധാഭാസം എന്തെന്നാൽ കനത്ത മഴ പെയ്യുന്ന ഈ സാഹചര്യത്തിലും കലുങ്കിനടിയിൽ കൂടി ഒരു തുള്ളി വെള്ളം ഒഴുകുന്നില്ല എന്നതാണ്. ഈ റോഡ് പൈനാവ് PWD ഡിവിഷൻ കീഴിൽ വരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ പല്ലാരിമംഗലം സ്വദേശിനിയായ നഴ്സ് അമീനയുടെ ദുരൂഹ മരണത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം MLA ആന്റണി ജോണിന് കുടുംബം പരാതി കൈമാറുകയായിരുന്നു. അമീനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജറുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി.
കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ 12 ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി സ്വദേശി പുതിയടത്തുകുന്നിൽ മിഥ്ലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനയ്ക്ക് നീതി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പിതാവ് മിഥ്ലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം MLA ആന്റണി ജോണിന് കുടുംബം പരാതി കൈമാറുകയായിരുന്നു. പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, മുൻ പ്രസിഡന്റ് PK മൊയ്തു, CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. പാർട്ടികളുടെ പ്രതിനിധികളും മറ്റേ UNAയുടെ നേഴ്സ് അസോസിയേഷൻ്റെ സംഘടനകളും അടക്കം വലിയ പ്രതിഷേധമാണ് കുറ്റിപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുന്ന നിലയിലുള്ള ഇടപെടൽ തന്നെ തുടർച്ചയിലുണ്ടാകും. ഇനിയൊരു കുട്ടിക്ക് പോലും ഇത്തരമൊരവസ്ഥ നമ്മുടെ നാടിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വളരെ നമുക്കറിയാം, ഈ വീടിൻ്റെ ഒരു സാഹചര്യം ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലത്ത് നിന്നുമാണ് ഇത്തരത്തിൽ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇവിടെ കോതമംഗലത്തൊരു സ്ഥാപനത്തിലാണ് കുട്ടി പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തീകരിച്ചത്. അവർ തന്നെയാണ് ഈ പറയുന്ന അമാന ഹോസ്പിറ്റലിലേക്ക് ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അമീനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം. എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്നും മാനേജർ അമീനയോട് പറഞ്ഞിരുന്നു. മാസം വെറും 3000 രൂപ എന്ന തുച്ഛമായ വേതനത്തിനാണ് അമീന ഇവിടെ 2.5 വർഷക്കാലമായി ജോലി ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിക്ക് എത്രയും പെട്ടെന്ന് പരാതി കൈമാറുമെന്നും അമീനയ്ക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും MLA കുടുംബത്തിന് ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മൂലമറ്റം പ്രസ് ക്ലബിന്റെ 2ാം വാർഷികം 27-ന് സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കും. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാരങ്ങൾ കൈമാറും. പ്രസ് ക്ലബ് പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കും. മൂലമറ്റം പ്രസ് ക്ലബിന്റെ 2ാം വാർഷികം 27-ന് നടക്കും. ഇതോടനുബന്ധിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കും. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ സാധാരണക്കാർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സജി ആലക്കാത്തടം, ഗോത്രജന വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള KV ശങ്കരൻ, ആരോഗ്യ മേഖലയിൽ മാതൃകാ പ്രവർത്തനം വഴി മികവ് തെളിയിച്ച TV ടോമി, സർക്കാർ സർവീസ് ജനസേവനത്തിനെന്ന മാതൃക കാട്ടി രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം നേടിയ R ബിജുമോൻ, സാധാരണക്കാരുടെ മാധ്യമപ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാബു നെയ്ശ്ശേരി, മാധ്യമരംഗത്തെ പ്രവർത്തനം വഴി മൂലമറ്റംകാരുടെ പ്രിയങ്കരനായ ജോയി കിഴക്കേൽ എന്നിവരെയാണ് ആദരിക്കുന്നത്. മൂലമറ്റം പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 27-ാം തീയതി 2 മണിക്ക് പ്രമുഖരായ വ്യക്തികളെ ആദരിക്കുകയാണ്. പ്രസ് ക്ലബ്ബ് തുടങ്ങിയിട്ട് 2 വർഷം പൂർത്തിയായതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള സാമൂഹ്യ സേവന രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആൾക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അന്ന് 2 മണിക്ക് മൂലമറ്റത്ത് നടക്കുന്ന യോഗത്തിൽ ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാരിച്ചൻ നേർന്നാൽ വ്യക്തികൾക്ക്, ആദരിക്കപ്പെടുന്ന വ്യക്തികൾക്ക് ഉപഹാരങ്ങൾ കൈമാറുന്നതാണ്. 27-ന് ഉച്ചയ്ക്ക് 2-ന് മൂലമറ്റത്ത് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാക്കുന്നിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പുരസ്കാരങ്ങളും കൈമാറും. പ്രസ് ക്ലബ് പ്രസിഡന്റ് സോമി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, പഞ്ചായത്ത് അംഗം സിനി തോമസ് എന്നിവർ സംസാരിക്കും. ന്യൂസ് ബ്യൂറോ, അറക്കുളം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് വികസന സെമിനാർ നടത്തി. വാഴത്തോപ്പ് പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കർക്കിടക വാവ് ദിനത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് CPM നേതൃത്വത്തിൽ വണ്ണപ്പുറത്ത് സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും നടത്തി. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ റോഡിൽ KSCBയുടെ ഗുരുതര അനാസ്ഥ.
കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ പല്ലാരിമംഗലം സ്വദേശിനിയായ നഴ്സ് അമീനയുടെ ദുരൂഹ മരണത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.